ഹലോ ഗൈസ്, ചിന്നപ്പൂവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള ഞെട്ടിക്കുന്ന കുറച്ച് വിവരങ്ങൾ ന്യൂസ് ചാനൽസ് വഴി നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ഒരു വശം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ആർക്കെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു രീതിയിലൊരു സപ്പോർട്ട് ആവുമെങ്കിൽ അടിപൊളിയാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് വീഡിയോ ചെയ്യുന്നത്. എന്തൊക്കെ പറഞ്ഞാൽ നമുക്കൊക്കെ വലിയ രീതിയിൽ മോട്ടിവേഷൻ ആയിട്ടുള്ള, എനിക്കൊക്കെ പേഴ്സണലി ഭയങ്കര രീതിയിലുള്ള ഇൻസ്പിറേഷൻ ആയിട്ടുള്ള വ്യക്തിയായി തന്നെയായിരുന്നു ചിന്നിപ്പാപ്പു. അപ്പോൾ അവളിങ്ങനെ ആത്മഹത്യ ചെയ്തെന്ന് കേട്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഇനി ആരിങ്ങനെ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്രയും സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഇപ്പോൾ ഒന്ന് കെട്ടിത്തൂക്കി ചത്താലോ എന്നൊക്കെ ആലോചിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല തോന്നുന്ന കേസ്. അപ്പോൾ പലരും അങ്ങനെ സ്ട്രെസ്സിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്കും ഭീകരമായ സ്ട്രെസ്സ് പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. നമ്മുടെ വ്ളോഗിലൂടെയൊന്നും പലപ്പോഴും നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് സംഭവങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിരിക്കുക അല്ലേ. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും. അസുഖങ്ങളുണ്ടായിരിക്കാം, വേറെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ജീവിതത്തിൽ നമ്മൾ വളരെയായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റേജ് ആയിരിക്കും. നമ്മുടെ കമ്മിറ്റഡ് ആയ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ പൊട്ടിപ്പോയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ചിന്നിപ്പാപ്പുൻ്റെ ലൈഫിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ അവളൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലായിരുന്നു. അവൾ തന്നെ ഒരുത്തനെ കണ്ടെത്തി ആ ചങ്ങായിയായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്തു. അവരങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ ഹാപ്പി ആയിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെങ്ങായിക്ക് കല്യാണം കഴിഞ്ഞിട്ടുള്ള 20 വയസ്സുള്ള ഒരുത്തിയായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചെങ്ങായി, അതായത് ചിന്നിപ്പാപ്പുവിൻ്റെ കെട്ടിയവൻ ഓളുമായിട്ട് നാട് വിട്ട്, ആ പെണ്ണുമായിട്ട് നാട് വിട്ട്. അപ്പോൾ ഇതിൻ്റെ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സും ടെൻഷനും സങ്കടവും ഒക്കെ ആർക്കുണ്ടായിരുന്നു, ചിന്നിപ്പാപ്പുനുണ്ടായിരുന്നു. ചിന്നിപ്പാപ്പു എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോയ് ഫ്രണ്ടിനെ കണ്ടെത്തി. അതിനുശേഷം അവർ ഒരു വാടക വീട് എടുത്തിട്ട് അവിടെ താമസാക്കി. അവർ അങ്ങനെ താമസിക്കുന്നതിൻ്റെ ഇടയിൽ ആ വീടിനടുത്തുള്ള ഒരുത്തനുമായിട്ട് പെണ്ണ് റിലേഷൻഷിപ്പിലായി ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇതുമായി ചുറ്റിപ്പറ്റിയുള്ള കുറേ പ്രശ്നങ്ങൾ, കമ്മ്യൂണിക്കേഷൻ വിഷയങ്ങൾ, അതേപോലെ തന്നെ വഴക്കുകളൊക്കെ സാധാരണ ആയിരുന്നു എന്നാണ് അയൽക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ ചിന്നിപ്പാപ്പുവിൻ്റെ ഫാമിലിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു വാടക വീട്ടിൽ താമസിക്കുന്നതിൻ്റെ ഇടയിൽ ഭീകരമായിട്ട് ഒറ്റപ്പെടൽ അനുഭവിച്ച് ഏറ്റവും അവസാനം മൂപ്പത്തിയേരി എന്ത് ചെയ്തു, ആത്മഹത്യ ചെയ്തു എന്നാണ്. മൂപ്പത്തിയേരി ഈ ടെൻഷനൊന്നും അവളുടെ വ്ളോഗിലൂടെ കാണിച്ചില്ല. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള വ്ളോഗുകളൊക്കെ ചെയ്തു. ഇങ്ങനെയുള്ള എത്രത്തോളം ടെൻഷൻ അനുഭവിക്കുന്ന, സങ്കടം അനുഭവിക്കുന്ന വ്യക്തിയാണ് ചിന്നിപ്പാപ്പും. ചിന്നിപ്പാപ്പുവിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും തോന്നില്ല ഗൈസ്. അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. ഇതിലെന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എനിക്ക് തോന്നിയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സൈക്കോളജിക്കലായ ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുള്ള ഒരാൾക്ക് ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഫെയിലിയർ സംഭവിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഇവിടെ കെട്ടിയൻ വേറെ ഒരുത്തിയുടെ കൂടെ പോയി എന്ന് പറയില്ലേ, അപ്പോൾ അനുഭവിക്കുന്ന ഭീകരമായിട്ടൊരു പെയിൻ ഉണ്ടല്ലോ, ആ പെയിനിനെ അതിജീവിക്കാൻ വേണ്ടി, കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പലരും എന്താ വെച്ചാൽ വേറൊരുത്തനെ അല്ലെങ്കിൽ ഒരു പങ്കാളിയെ കണ്ടെത്തും. അപ്പോൾ ചിന്നിപ്പാപ്പുവിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ പങ്കാളിയുമായിട്ട് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും വേറെ ഒരു ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് അതിജീവിക്കാൻ വേണ്ടിയിട്ടല്ലോ വേറൊരുത്തനെ കണ്ടെത്തുന്നത്. നമ്മളിങ്ങനെ ഒരുപാട് സിനിമകളിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിലും പലപ്പോഴും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരു റിലേഷൻഷിപ്പ് പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്ന സമയത്ത് ഒരുത്തി നമ്മളായിട്ട് റിലേഷൻഷിപ്പിലായിട്ട്, എന്നിട്ട് അത്യാവശ്യം ഹാപ്പി ആയിട്ട് വിചാരമായിട്ട് പോകുന്ന സമയത്ത് വേറൊരാളെ തേടിപ്പോവും. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ അവർ മോശം എന്നല്ല പറയുന്നത്, നമ്മൾ പല സിനിമകളിലും നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു റിലേഷൻഷിപ്പ് പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു റിലേഷൻഷിപ്പിൽ കിടക്കുക. അതൊരു ടൈമിൽ മാത്രമുള്ള ഒരു സാധനമായിരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇതല്ല നമുക്ക് വേണ്ടിയിരുന്നതെന്ന്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് എന്ന ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടോ, സ്വയം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടോ, സ്വയം കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടോ പലപ്പോഴും ചെയ്യുന്ന ഒരു കളിയാണ് ഈ ഒരു സംഭവം. അത് മാനസികമായിട്ടുള്ള, ഇമോഷണലായിട്ടുള്ള ഒരു കളിയാണിത്. അത് നമ്മളൊറ്റയ്ക്കല്ല എന്ന് നമ്മളെ തന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി. അപ്പോൾ അവിടെ ചിന്നിപ്പാപ്പു അങ്ങനെ ബോയ് ഫ്രണ്ടിനെ കണ്ടെത്തി അയാളുടെ കൂടെ ജീവിക്കുന്നതിനിടയിലാണ് ആ വാടക വീടിൻ്റെ അടുത്തുള്ള ഒരുത്തനായിട്ട് ഇഷ്ടത്തിലാവുന്നത് എന്ന്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാഷുകൾ നിലവിലുള്ള ബോയ് ഫ്രണ്ടുമായിട്ട് ഉണ്ടായിരുന്നു. എപ്പോഴും അവിടെ ഇടയ്ക്കിടയ്ക്ക് അവിടെ വഴക്കായിരുന്നു എന്ന് അയൽ വീട്ടുകാരൊക്കെ അവിടെ പറയുന്നുണ്ട് കേസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. പിന്നീടാവും മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് ഈ ഒരു ചെങ്ങായിനെയാണ് വേണ്ടത്. പക്ഷേ എന്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പലരും എന്താ വെച്ചാൽ ആ റിലേഷൻഷിപ്പിൽ ഒതുങ്ങുന്ന അടുത്ത റിലേഷൻഷിപ്പിലേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്ന സാധനങ്ങൾ, നോർമൽ പീപ്പിൾ എന്നുള്ള സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് കണക്റ്റ് ആവും തോന്നുന്ന കേസ്. നോർമൽ പീപ്പിൾ എന്താ വെച്ചാൽ ഒരു റിലേഷൻഷിപ്പിൽ ചെറിയ ക്ലാഷ് വരുന്ന സമയത്ത്, അത് കമ്മ്യൂണിക്കേഷൻ വേണ്ട രീതിയിൽ സംഭവിക്കുന്ന ഒരു ക്ലാഷ് ആയിരുന്നു. അപ്പോൾ അവളെന്താ വെച്ചാൽ പിന്നെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാണ്, ഒരുപാട് ആളുകളായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അതായത് ബോഡി വെച്ച് എക്സ്പ്ലോർ ചെയ്യുക, ഇമോഷൻസ് വെച്ച് എക്സ്പ്ലോർ ചെയ്യുക, അങ്ങനെ പല രീതിയിൽ ഏറ്റവും അവസാനം ആദ്യമായിട്ടുള്ള ചെങ്ങായിട്ട് ഒന്നിക്കും. അതാണ് ആ നോർമൽ പീപ്പിളിൽ സംഭവിക്കുന്ന ഒരു സംഗതി. ഇവിടെ ഒന്നിക്കലൊന്നും സംഭവിച്ചില്ല. ഇവിടെ എന്താ വെച്ചാൽ ഒരുത്തൻ്റെ നിന്ന് വേറൊരുത്തൻ്റെ കൈക്ക് പോകണം, അവനിൽ നിന്ന് വേറൊരാളുടെ കൈക്ക് പോകണം. അപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഇതാ ആണുങ്ങളെ ചെക്കന്മാരെ മുഴുവനായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. ആ ചിന്നിപ്പാപ്പുവിനെ മുഴുവനായിട്ട് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ വെച്ചാൽ അറിയില്ല. ഇത് മനുഷ്യന്മാരുടെ ജീവിതമല്ലേ, അതാണ് കാര്യം. നമ്മൾ ഈ ജഡ്ജ് ചെയ്യുന്നതിന് പകരം എന്താ പറയുക, അതൊരു എമ്പതറ്റിക്കലായിട്ട് എമ്പതി വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു രീതിയിലുള്ള സംഗതിയാവും കേസ് സംഭവിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ചെയ്യണതല്ലേ, ഒരുത്തനായിട്ട് അല്ലെങ്കിൽ ഒരുത്തിയായിട്ട് ഒരു റിലേഷൻഷിപ്പായിട്ട് അതിൽ എന്തെങ്കിലും ക്ലാഷ് വരുന്ന സമയത്ത് പലരും എന്താ വെച്ചാൽ ഹീലിംഗ് വേണ്ട രീതിയിൽ പൂർത്തിയാവണതിന് മുമ്പ് തന്നെ അടുത്ത റിലേഷൻഷിപ്പിലേക്ക് ചാടും. ഇത് ഭയങ്കര വിഷയമാണത്, ഭയങ്കര ഡേഞ്ചറാണ് ഒരു കാര്യത്തിൽ പറഞ്ഞാൽ. ഇത്
ഉള്ള ട്രോമേനെ കൂട്ടാനാണ് ചിലപ്പോൾ സഹായിക്കുക. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വന്നു, നമുക്ക് പുതിയൊരാളുണ്ടല്ലോ, അപ്പോൾ അയാൾക്ക് ഒരു 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 ലെവലിനും അപ്പുറത്തേക്കുള്ള കെയർ കൊടുത്തിട്ടും കെയർ വാങ്ങിയിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടായിട്ട് ആ ഒരു സ്റ്റേജിൽ വരികയും ചെയ്യും. അതായത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു സമാധാനം കിട്ടുന്ന ഒരു സംഗതി ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ പല ആളുകളും കണ്ടിട്ടില്ലേ, പല സ്ത്രീലമ്പടന്മാരും അതേപോലെ പല തരത്തിൽ. ചിന്നുപാപ്പുവിൻ്റെ ബോയ് ഫ്രണ്ട് സ്ത്രീലമ്പടം എന്നല്ലാട്ട് പറഞ്ഞു വരുന്നത്, അതല്ല ഇവിടുത്തെ പോയിൻറ്റ്. അപ്പോൾ പല ആളുകളും ഇപ്പോൾ ഒരു പൊട്ടിപ്പൊളിഞ്ഞിരിക്കണ റിലേഷൻഷിപ്പ് പൊട്ടിപ്പൊളിഞ്ഞിരിക്കണ ഒരുത്തിയായിട്ട് റിലേഷൻഷിപ്പിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ പല ആളുകളുണ്ടായിരിക്കും. അപ്പോൾ പിന്നീട് മനസ്സിലാവും ഇതല്ല നമുക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ അവിടെ തമ്മിലുള്ള ക്ലാഷുകൾ പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ നമുക്ക് അതൊന്ന് അതിജീവിക്കാൻ പറ്റാത്ത രീതിയിൽ, തിരിച്ചു പോരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കുഴിയിലായിരിക്കും നമ്മൾ പോയി ചാടിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും പുതിയൊരാളായിട്ട് മൂന്നാമതും ഒരാളായിട്ട് ഇങ്ങനെ റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് ഇത് വമ്പൻ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു അവസ്ഥയും. ഒന്നാമത് വീട്ടുകാരൊക്കെ കാണുക എങ്ങനെയാണ്, ഒരു സ്ലട്ട് ഷെയിമിങ് ചെയ്യുന്ന ഒരു അവസ്ഥയിലുണ്ടായിരിക്കും. അതായത് ഒരുത്തനെ ഒഴിവാക്കി, അല്ലെങ്കിൽ ഒരുത്തൻ പോയപ്പോഴേക്ക് വേറെ ഒരുത്തൻ അതിലൊതുങ്ങാണ്ട് മൂന്നാമത് ഒരുത്തനിലേക്ക് വന്നു, അതും ഒരു കുട്ടിയുള്ള ഒരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പക്ഷേ ആളുകളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. സ്വാഭാവികമാണ്, നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇതില്ലേ. ഇപ്പോൾ ചിന്നുപാപ്പുവിൻ്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ പലരും ഇങ്ങനെ കമൻറ്റ് സെക്ഷനിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ചിന്നുപാപ്പു എന്ത് പെണ്ണാണിത്, ഇവളെന്താണ് ഇങ്ങനെ 2K കിഡ്സൊക്കെ ഇങ്ങനെയാണോ, 2K കിഡ്സിൻ്റെ പ്രത്യേകതയാണ് ഒന്നിലും ഒതുങ്ങി നിൽക്കാണ്ട് കമ്മിറ്റ്മെൻറ്റിനൊന്നും പ്രാധാന്യം കൊടുക്കാണ്ട് ഇങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിക്കാം, മരണം വരെ അടിച്ചുപൊളിച്ച് ജീവിച്ച് വ്യക്തിയായിരുന്നു ചിന്നുപാപ്പു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ കാണാനിടയായി ഗൈസ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു അന്തമുട്ടലാണ്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന വളരെ ഹാപ്പി ആയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആളുകൾ സംസാരിക്കുക, ഇടപഴകുകയും വീഡിയോസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവരുടെ ഉള്ളിൽ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വലിയ ട്രോമയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും ഗൈസ്. അപ്പോൾ നല്ല രീതിയിൽ ഹീലിംഗ് ചെയ്യുക, പറ്റുകയാണെങ്കിൽ കൗൺസിലിങ്ങിനൊക്കെ പോകുക. അതൊന്നും വലിയ വിഷയം അല്ല. അപ്പോൾ പണ്ടത്തെ എന്നൊരു കാലത്ത് കൗൺസിലിങ്ങിനൊക്കെ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ ആൾക്ക് പ്രാന്താണെന്ന് വിലയിരുത്തണ ഒരു ടൈം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, കൗൺസിലിങ്ങിനൊക്കെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കൗൺസിലിംഗ് ചെയ്യാൻ പറ്റും. 800 രൂപ എന്താണ് അങ്ങനെ കൗൺസിലിങ്ങിന് വരുന്നത്, 600-800 രൂപ. ചിലവർ അങ്ങനെ ഫ്രീ ആയിട്ടും നമുക്ക് കൗൺസിലിംഗ് തരുന്ന ആളുകളുണ്ടായിരിക്കും. അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമാണ്. സുഹൃത്തുക്കളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. പിന്നെ ഹീലിംഗ് പൂർത്തിയാവുന്നതിന് മുമ്പ് അടുത്ത റിലേഷൻഷിപ്പിലേക്ക് ചാടാണ്ടിരിക്കുക, അത് ഇരട്ടി പണിയായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും. അത് നമ്മളെ മൊത്തത്തിൽ തകർത്ത് കളയും. നമുക്കിത് ഒരിക്കലും ആ സാധനം ഒന്ന് എന്താ പറയുക, പിന്നീട് അത് വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റെഡിയാക്കാൻ പറ്റാത്ത അത്രയും വലിയ അബദ്ധങ്ങളിലേക്കായിരിക്കും ഒരുപക്ഷെ നമ്മൾ ചാടിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് ഒരാളിൽ നിന്ന് രണ്ടാമത്തെ ആളിലേക്ക്, രണ്ടാമത്തെ ആളിൽ നിന്ന് മൂന്നാമത്തെ ആളിലേക്ക് പോകുമ്പോഴുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഈ 3 പേരും ഇവിടെ ചിലപ്പോൾ സ്ലട്ട് ഷെയിം ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ, പറയാൻ പറ്റില്ല, ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ പലരും ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇമോഷണലി ചൂഷണം ചെയ്യുന്നുണ്ടായിരിക്കാം, പല രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇത് ഇവൾക്ക് തോന്നുന്നു, അതായത് വീട്ടുകാർ പലതും പറയുന്നുണ്ടാവും, നാട്ടുകാർ പലതും പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ മൊത്തത്തിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിലുള്ള വേറെയും കുറേ വിഷയങ്ങളുണ്ടല്ലോ, ജീവിക്കണമല്ലോ, അതിൻ്റെ ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വേറെ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. നമുക്ക് വീട്ടുകാരെ നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒറ്റയ്ക്കായ ഒരവസ്ഥ, നമ്മുടെ കസിൻസ് നമ്മളെക്കുറിച്ച് പലതും പറയുന്നുണ്ടായിരിക്കും, വീട്ടുകാർ നാട്ടുകാർ ഇവരൊക്കെ നെഗറ്റീവായിട്ട് പലതും പറയുന്നുണ്ടായിരിക്കും. ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരിക്കും. ഒരു കാര്യം ആലോചിക്കും, ഒരുത്തൻ ആയിട്ട് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരുത്തിയും ഒരു ബോയ് ഫ്രണ്ടായിട്ട് വാടക വീട്ടിൽ താമസിക്കുന്നത്, അപ്പം തന്നെ കാര്യമായിട്ട് സ്ലട്ട് ഷെയിം ചെയ്യുന്നുണ്ടായിരിക്കും. പൊതുവെ സമൂഹത്തിൽ ഒരു പെണ്ണിനാണല്ലോ വലിയ പ്രശ്നം ഉണ്ടാവുക, ആണിന് വലിയതായിട്ട് കുറ്റം പറയില്ല. എന്നിട്ട് അതിലും അല്ലാണ്ട് മൂന്നാമത്തെ ഒരാളിലേക്ക് പോകുമ്പോൾ ചിന്നുപാപ്പുവിന് വേണ്ട ഇമോഷണൽ സപ്പോർട്ടോ കെയറൊന്നും ഇവിടെ കിട്ടാത്തതുകൊണ്ടായിരിക്കാം മൂന്നാമത്തെ ഒരാളിലേക്ക് പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ പൊതുസമൂഹം ഇത് കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളി ഭീകരമായിട്ടുള്ള സ്ലട്ടാണെന്നുള്ള ലെവലിലായിരിക്കും ആളുകൾ കാണുന്നുണ്ടായിരിക്കാം. എന്ത് പെണ്ണാണിത്, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും. അതേപോലെ വീട്ടുകാരെ സപ്പോർട്ടും ഇല്ല, നല്ല സുഹൃത്തുക്കളുടെ ഒരു ഇതുമില്ല, സുഹൃത്തുക്കൾ പോലും ചിലപ്പോൾ വിട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കില്ലേ. നമ്മുടെ ലൈഫിലും പലപ്പോഴും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇതല്ല വേറെ പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നതാണ് ഇതാണ് ഈ റിലേഷൻഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളെ വലിയൊരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സാധ്യത ഉണ്ട് കേസ്. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ വന്ന പല ആളുകൾ, എനിക്ക് എൻ്റെ അടുത്തേക്ക് ഒരു കമ്പനി ആവാൻ വേണ്ടി വന്നുള്ള പല ആളുകളെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇവർ ഒരു ലവ് ഫെയിലിയറിൽ പെട്ടിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എന്നോട് ഭയങ്കര രീതിയിൽ അടുത്ത്, എന്നിട്ട് അവർ ഹാപ്പിയായിട്ട് അവരവരെ പണി നോക്കിയിട്ട് പോകും. അപ്പോൾ നമുക്കും പ്രശ്നമുണ്ട്. ഞാനാണെങ്കിൽ പെട്ടെന്ന് ഒരാളായിട്ട് കമ്പനി ആവുകയാണ്, ഭീകരമായിട്ട് കമ്പനിയാവും. പിന്നെ ഒരു സ്വപ്നജീവിയും കൂടി ആയതുകൊണ്ട് INFP MBTI INFP എന്ന് സെർച്ച് ചെയ്ത് കിട്ടും എന്താ എൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ അയാൾ തന്നെയാവും ലൈഫ്. അപ്പോൾ അയാൾ പോകുന്ന സമയത്ത് നമ്മൾ മൊത്തത്തിൽ ഷാറ്റർ ചെയ്യും ഈ ഒരു സാധനം. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് പൊതുവേ ഈ ട്രോമകൾ ചെറുപ്പം മുതൽ അൺഹീൽഡ് ആയിട്ടുള്ള ട്രോമ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ ട്രസ്റ്റ് ഇഷ്യൂസ് കുറേ വിഷയങ്ങൾ വരും. അതേപോലെ തന്നെ പലർക്കും വരുന്നുണ്ടായിരിക്കും, എനിക്കല്ല പല ആളുകൾക്ക് ഇത് വരുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ചില കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തുള്ള ഊർജ്ജം മൊത്തം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കയ്യിലിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇത് രണ്ടുപേർക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ പലപ്പോഴും സംഭവിക്കുന്നുണ്ടായിരിക്കും.
അപ്പോൾ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. ഒരു കമ്മിറ്റഡായ റിലേഷൻഷിപ്പിൽ അതിൽ ഫ്ലോപ്പ് ആയിട്ട് പോകുന്ന ഒരവസ്ഥയിൽ നല്ല രീതിയിൽ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. വേറൊരുത്തൻ്റെ മണ്ടയിൽ കയറി ചാടാണ്ടിരിക്കുക. ഇനി അതപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ലൊരു സുഹൃത്ത് ബന്ധം അയാളായിട്ട് കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കാം. എൻ്റെ പ്രശ്നങ്ങൾ ഇതാണ്, അല്ലെങ്കിൽ ഞാൻ ഈ സ്റ്റേജിൽ കൂടെ പോയോണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് അയാളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എനിക്കിപ്പോൾ 2000 ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇതായിരുന്നു. വേറൊരാളായിട്ടൊരു ലോങ് ആയിട്ടുള്ള റിലേഷൻ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത് നമ്മുടെ അടുത്ത് ഭയങ്കര രീതിയിൽ കമ്പനി ആവുകയും പിന്നീട് എന്താണെന്ന് വെച്ചാൽ അവർ നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല കേട്ടോ. അതൊരു വേറൊരു കാര്യമാണ്. അങ്ങനെ ഒരു സ്റ്റേജാണ്. അപ്പം നമ്മളിത് പ്രണയമാണ് പ്രേമമാണെന്നൊക്കെ വിചാരിക്കണം. നമ്മളിങ്ങനെ ഒരുപാട് സ്വപ്നം കാണും. നമുക്ക് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണം, അങ്ങനെയാണ് നമുക്ക് ലൈഫിൽ അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ലൈഫ് മൊത്തം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഒരുപാട് സ്വപ്നം കാണും. പക്ഷേ അപ്പുറത്തുള്ള ആൾ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല. അയാളെ സംബന്ധിച്ചോളം ആ ഒരു സ്റ്റേജിന് എങ്ങനെയും തരണം ചെയ്യണം എന്നുള്ളൊരവസ്ഥയായിരിക്കും. നമുക്ക് അയാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ ലൈഫിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ അങ്ങനെയായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ചാടുന്ന ഒരു പെണ്ണ് പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചാൽ അവർ നമ്മളായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻഷിപ്പാണ് സാധനം. ആ സിറ്റുവേഷൻ അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ്. അപ്പോൾ ആ സമയത്ത് അവർ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കളി കളിക്കുന്നുണ്ടായിരിക്കും. അതായത് നമ്മളെ ഭയങ്കര രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് കാണിക്കും. കുറേ കഴിയുമ്പോൾ എന്താ വെച്ചാൽ പിന്നെ അവർക്ക് വേണ്ടത് അതായിരിക്കില്ല. ഓക്കെ, അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ അവർ നേരെ ബാക്കിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ വേറൊരാളെ കണ്ടിട്ട് ചിലപ്പോൾ അയാളായിട്ട് സെറ്റാവും. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ടുള്ള സ്ലീപ്ലെസ്നെസ്സാണ് എന്ത് ചെയ്യുക ഈ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരിക്കുക പലർക്കും പലപ്പോഴും. അതായത് ആ ആണിനായിക്കോട്ടെ പെണ്ണിനായിക്കോട്ടെ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും. കമ്മ്യൂണിക്കേഷൻ വേണ്ട രീതിയിൽ അവർ ചിലപ്പോൾ പെട്ടെന്ന് സൈലൻ്റ് ആവും. ഇമോഷണൽ ഔട്ട് ബേസ്റ്റുകൾ കാര്യമായിട്ട് സംഭവിക്കും. അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങൾ. അതേപോലെ എന്നെയൊക്കെ നല്ല അടിപൊളി ആളെ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന കുറേ നാടകീയമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ചിന്നിപ്പാപ്പു അങ്ങനെ മോശപ്പെട്ട ഒരുത്തി എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ആണായാലും പെണ്ണായാലും നമ്മുടെ ലൈഫിലൂടെ പലപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ളൊരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും എന്താ വെച്ചാൽ ഒരാളായിട്ട് കുറേ ടൈം എടുത്ത് റിലേഷൻഷിപ്പിലാവും. അങ്ങനൊരു ക്ഷമയൊന്നും പലപ്പോഴും പലർക്കും ഇല്ല. അതേപോലെ തന്നെ നമുക്ക് പലപ്പോഴും എന്താ വെച്ചാൽ ഒരാൾ നമ്മുടെ അടുത്ത് ഇടപഴകുകയാണിപ്പോൾ നമുക്ക് ഇത് റിയലാണോ ഫേക്കാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കോംപ്ലിക്കേഷൻസിലൂടെയാണ് ചിന്നുപാപ്പും പോയത് എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നണതാണ്. അങ്ങനെയാവണമെന്നില്ല കേട്ടോ. ചിന്നുപാപ്പുവിനെ മുഴുവനായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ അല്ല ഇത്. അങ്ങനെയല്ല, അങ്ങനെ വിചാരിക്കരുത്. ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലിയും അതേപോലെ പല ആളുകളുടെ ഞാൻ കേട്ടതും കണ്ടതായിട്ട് പരിചയമുള്ള ആളുകളായിട്ടും കണ്ട സിനിമകളും ഒക്കെ ആയിട്ട് എനിക്കെന്ത് പെട്ടെന്ന് കണക്റ്റ് ആവാൻ തോന്നുന്നു. കണക്ട് ചെയ്തു ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് കാരണം നോർമൽ പീപ്പിൾ എന്ന മൂവിയിലെ ആ ഒരു ക്യാരക്ടറുമായിട്ട് എന്തോ എനിക്ക് ഇടയ്ക്ക് ഇത് കണക്ട് ചെയ്യാൻ തോന്നി ഗൈസ്. അപ്പോൾ ആ ഒരു 37 ഇൻട്രോവേർട്ടാണ് നോർമൽ പീപ്പിൾ ഉള്ളത്. പക്ഷേ ഇവിടെ ചിന്നുപാപ്പു പറഞ്ഞ എക്സ്ട്രോവേർട്ടറായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും അവളൊരു ലൂപ്പിൽ പോയി പെട്ടു. അത് വല്ലാത്തൊരു നമ്മളെന്താ പറയുക വല്ലാത്തൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ലൂപ്പായി പോയി. അപ്പോൾ അവൾക്കത് എന്ത് ചെയ്യണമെന്ന് പറ്റാത്തൊരു അവസ്ഥയായിട്ട് മൊത്തം റിലേഷൻഷിപ്പിൽ ഈ 3 ആണുങ്ങളുടെ ഇടയിൽ ആണുങ്ങളുടെ ഇടയിൽ നല്ല 3 ആണുങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണമെന്ന് അറിയേണ്ട ഒരു സപ്പോർട്ടും കിട്ടാണ്ട് ഒരു ചെറിയൊരു 4 വയസ്സുള്ള കുഞ്ഞുണ്ട്. അതിൻ്റെ ഇടയിൽ സ്ട്രെസ്സ് സഹിക്കാൻ അറിയാണ്ട് പേഴ്സണൽ ലൈഫിൽ കാശും വേണ്ട ജീവിക്കണമെങ്കിൽ. അതേപോലെ തന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം, വീഡിയോസ് ചെയ്യണം, കരിയറിൽ ലൈഫൊക്കെ സെറ്റാക്കി എടുക്കണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ 10-24 വയസ്സേ ഉള്ളൂ. 24 വയസ്സിൻ്റെ അതിൻ്റേതായ ഇമോഷണലായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുണ്ടായിരിക്കും. പിന്നെ കൊച്ചിനെ നോക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അതിൽ ഫാമിലി സപ്പോർട്ട്, നാട്ടുകാരിങ്ങനെ പറയുന്നു, വീട്ടുകാരിങ്ങനെ പറയുന്നു. അതേപോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെങ്കിൽ എന്താ വെച്ചാൽ ആളുകളുടെ ആളുകൾ നമ്മളായിട്ട് ഇടപഴകുമ്പോൾ അതിനൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കണം. ഇപ്പോൾ കമൻറ്റ് വരുമ്പോൾ സമയത്ത് പേഴ്സണൽ മെസ്സേജുകൾ വരുമ്പോൾ പലരും വിളിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. രാത്രി പലപ്പോഴും നാളെ ഏത് വീഡിയോ ചെയ്യുമെന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ നമുക്കൊരു സൗകര്യം കിട്ടാത്ത അവസ്ഥ, ഭയങ്കര ഹറിബറി ആയിരിക്കും ലൈഫിൽ. ഊർജ്ജമില്ലാത്ത അവസ്ഥ, ചില സമയത്ത് ഓവറായിട്ടുള്ള ഊർജ്ജം ഉണ്ടായിരിക്കും. ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ടായിരിക്കും ഗൈസ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ സ്ട്രെസ്സ് സഹിക്കാൻ പറ്റാണ്ട് ഓൾ ആത്മഹത്യ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. അറിയില്ല, നമ്മളറിയാത്ത കുറേ കാര്യങ്ങൾ ഇതിലുണ്ടായിരിക്കും. എന്തായാലും വാർത്താ ചാനലുകളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അവർക്ക് പേഴ്സണലായി കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിങ്ങനെ എല്ലാം ഇങ്ങനെ പറയേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ട് കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രെസ്സ് സഹിക്കാൻ വയ്യാണ്ട് ചിന്നുപാപ്പ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് കാര്യം എന്നാണ് അറിയുന്ന കേസ്. അപ്പോൾ ഇതാണ് അവസ്ഥ. നമ്മുടെ ലൈഫിൽ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലൂപ്പിൽ നമ്മൾ പോയി പെടുന്നു തോന്നുന്നു കേസ്. ഞാനൊരു അങ്ങനെ ഒരു ലൂപ്പിൽ പലതവണ പെട്ടിട്ടുണ്ട്, ഇപ്പോഴും പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പല സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് നികത്താനാവാത്ത രീതിയിൽ, സോൾവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒക്കെ ആണെന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും പലപ്പോഴും. അടുത്ത സുഹൃത്തുക്കളില്ലാത്തൊരവസ്ഥ, നമ്മളെ കേൾക്കാൻ ഒരാളില്ലാത്ത അവസ്ഥ. അപ്പോൾ എൻ്റെയൊക്കെ ഒരു 4 കൊല്ലത്തെ ഒരു റിലേഷൻഷിപ്പൊക്കെ അങ്ങനെ 4 കൊല്ലത്തെയും 5 കൊല്ലത്തെയൊക്കെ ഓരോ റിലേഷൻഷിപ്പുകൾ എൻ്റെയൊക്കെ പൊട്ടി പോകുന്നത് പലപ്പോഴും. അപ്പോൾ ഇതെന്താ വെച്ചാൽ അതിനെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് പെട്ടിട്ട്, പ്രത്യേകിച്ച് ഫീലിംഗ് ടൈപ്പായ ആളുകളാണ്. ഇപ്പോൾ പലരും ഫീലിംഗ് ടൈപ്പ്, ചിലവർ തിങ്കിങ് ടൈപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ മയേഴ്സ് ബ്രിഗ്സ് ഒക്കെ നോക്കുന്ന ആളുകൾക്ക്, MBTI ഒക്കെ നോക്കുന്ന ആളുകൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് കണക്റ്റ് ആവുന്നുണ്ടാകും. സൈക്കോളജിക്കലായ കാര്യങ്ങളാണ് പറയുന്നത്.
അപ്പോൾ ഇത് ഭയങ്കര രസമാണ്. അല്ല, ഭയങ്കര ഡേഞ്ചറാണ് ഈ സാധനം. നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പലപ്പോഴും നമ്മൾ എത്തും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സംഭവം കേസ്. എന്തായാലും ചിന്നിപ്പാപ്പുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എന്തൊന്നും ആലോചിച്ച് നോക്കില്ല, ഇപ്പോൾ കാര്യമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടോ സമാധാനത്തോട്ടൊക്കെ വ്ളോഗ് ചെയ്യുന്ന ആളുകൾ നാളെ കാണണം എന്നില്ല, അതാണ് അവസ്ഥ. അപ്പോൾ ആരും സൈബർ ബുള്ളി ചെയ്യാണ്ടിരിക്കുക, പറ്റുന്ന പോലെയൊക്കെ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നമ്മളീ പുറത്ത് കാണുന്നത് മാത്രമല്ല, നമ്മളറിയാത്ത ഒരുപാട് ടെൻഷൻ എല്ലാ ആളുകളും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരോടും ഒരു എമ്പതി കാണിക്കുക എന്നൊരു സംഗതിയാണ്. പിന്നെ ഇതാണ് ലൈഫല്ലേ, നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ ടൈം എടുക്കുക, നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യുക, ടൈം എടുക്കുക, നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കുറച്ച് ദിവസം മുണ്ടാണ്ടിരിക്കണം തോന്നുന്നുണ്ടെങ്കിൽ മുണ്ടാണ്ടിരിക്കുക എന്നൊക്കെ ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം എന്നൊക്കെ തോന്നുന്നു. അങ്ങനെ പറ്റാത്തൊരവസ്ഥയൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിക്കും കേട്ടോ. ഞാൻ അങ്ങനെ ഒരു സ്റ്റേജിൽ കൂടെയൊക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട് ചിന്നുപാപ്പൻ്റെ ഒരു കാര്യത്തിൽ, അതേപോലെ അതിൽ ഇൻവോൾവായ മറ്റേ ചെങ്ങായുടെ കാര്യത്തിലും. എന്തായാലും അറിയില്ല കേസ്, ചിലപ്പോൾ ആ ചിലരും പറഞ്ഞാൽ രണ്ടാമത് വന്ന ബോയ് ഫ്രണ്ട് ചിലപ്പോൾ ആളാണ് ഇതിൽ വില്ലൻ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേസ്. അതിൽ മൂന്നാമതുള്ള ആ ചെങ്ങായി സെഡ്യൂസ് ചെയ്തതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചിലവർ കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അതും നമുക്ക് പറയാൻ പറ്റില്ല കേസ്. നമുക്ക് അറിയാത്ത സംഗതി വെച്ച് നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ. എന്തായാലും ഓള് പോയി, ഇതാണ് ഇതിൽ ഏറ്റവും അവസാനം സംഭവിച്ചൊരു കാര്യം. ഓള് പോയി. അപ്പോൾ ആ കെട്ടിയോന് ആൾക്കാർ കുറ്റം പറയുന്നുണ്ടായിരിക്കും, ആ കെട്ടിയോൻ്റെ ഇപ്പോഴത്തെ ഭാര്യനെയും കുറ്റം പറയുന്നുണ്ടായിരിക്കും, ബോയ് ഫ്രണ്ടിനെയും കുറ്റം പറയുന്നുണ്ടായിരിക്കും. ഏറ്റവും അവസാനം റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഇഷ്ടമായിരുന്നു പറഞ്ഞാൽ ആ ചെങ്ങായിന് എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ടാകും, വീട്ടുകാരും കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. വീട്ടുകാർ അത്ര കുറ്റപ്പെടുത്താൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്ന കേസ്. കാരണം എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞ് പോയ ഒരുത്തിയല്ലേ, പിന്നെ അവൾ എന്ത് ചെയ്താലും അത് അവളുടെ ഒരു ഉത്തരവാദിത്തമില്ലായ്മയാണ്, കഴപ്പാണെന്നൊക്കെ പറയുന്ന ആളുകളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ആ കൊച്ചിന് അവൾ മറന്നിട്ട് ആണുങ്ങളുടെ കൂടെ പോയി എന്നാവും പൊതുവേ ആളുകളൊക്കെ പറയുന്നുണ്ടായിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചേക്കും, ചിന്നുപാപ്പുവിനെ ഇനി സമൂഹം കാണുന്നത് എങ്ങനെയായിരിക്കും അല്ലേ? നമ്മളിത്രയും കോൺഫിഡൻ്റായി ഇവർക്ക് ആത്മഹത്യ ചെയ്തല്ലോ അയ്യോ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ കാണുന്നുണ്ടാവും. പക്ഷേ നാട്ടുകാർ ഇതൊക്കെ കാണുന്ന ഒരു രീതി എങ്ങനെയായിരിക്കും അല്ലേ? ഇങ്ങനെ ഒരു മോശം മണ്ണായിരുന്നോള് ആ കൊച്ചിനും കൂടി മറന്നിട്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിലായിരിക്കും. അല്ലെങ്കിൽ ഇതാണ് ഇങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ഇങ്ങനെ സംഭവിക്കുന്നൊക്കെ. ഇപ്പോൾ പലരും ഇത് ഉണ്ടായിരുന്നു, എന്താ വേലി ചാടിയ പശുവിന് കോല് കൊണ്ട് മരണമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. യെസ്, എന്താ ഇതിനൊക്കെ പറയും. എന്തായാലും ഞെട്ടിക്കുന്ന ഒരു സംഗതിയാണ് ചിന്നുപാപ്പുവിൻ്റെ ആത്മഹത്യ എന്ന് പറയുന്നത്. ആർക്കും ഈ അവസ്ഥ വരാണ്ടിരിക്കട്ടെ. പിന്നെ വേറൊരു കാര്യമായിട്ട് നമ്മൾ ആലോചിച്ചു, ഞാൻ പലപ്പോഴും ആലോചിക്കും നമ്മുടെ ലൈഫിൽ പലപ്പോഴും എന്താ വെച്ചാൽ ആത്മഹത്യ ചെയ്താലോ എന്നൊക്കെ തോന്നുന്ന പല സ്റ്റേജുകളും ഉണ്ടായിരിക്കും, പല മുഹൂർത്തങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരിക്കില്ല. ചെയ്യാണ്ടിരിക്കുക, എന്താ വെച്ചാൽ നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിൽ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ മൂലം വിഷമിച്ച കുറേ കാര്യങ്ങൾക്ക് ആളുകൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് അവരുടെ ലൈഫിലും കുറേ പോസിറ്റീവായ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ടൈം പറ്റണമെന്നൊന്നുമില്ല, പക്ഷേ പിന്നീട് സാധിക്കണം. അത് തന്നെയാണ് മനുഷ്യൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഗ്രേറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് മാത്രം നോക്കിയിട്ട് നമ്മുടെ ലൈഫ് ഇതോടെ തീർന്നു എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. ഇതിനെ നമ്മൾ അതിജീവിക്കാൻ സാധിക്കും, നമ്മൾ വിചാരിച്ചാൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ പിന്നീട് നമുക്ക് ഒരുപാട് പോസിറ്റീവായ മാറ്റങ്ങൾ മറ്റുള്ളവരുടെ ലൈഫിലും ഒക്കെ നമ്മൾ മൂലം വേദനിച്ച ആളുകളുടെ ലൈഫിലും അല്ലെങ്കിൽ നമ്മളിതേവരെ കണ്ടിട്ടും കേട്ടിട്ടും കൂടി ഇല്ലാത്ത ആളുകളുടെ ലൈഫിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ സാധിക്കണമെന്നാണ് ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന കേസ്. അതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഭയങ്കര പോസിറ്റീവായുള്ള ഒരു ഇൻഫ്ലുവൻസർ ആവാൻ സാധിക്കട്ടെ ഭാവിയിൽ വിചാരിക്കുന്ന കേസ്. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഓള് ഇൻഫ്ലുവൻസർ എന്നാണ് എല്ലാവരും വിളി. എന്ത് ഇൻഫ്ലുവൻസറാണ്? 3 ആണുങ്ങളുടെ കൂടെ പോയിട്ടുള്ള ഒരുത്തി ഇവളെന്ത് ഇൻഫ്ലുവൻസറാണ്? 4 വയസ്സുള്ള കൊച്ചിനെ മറന്നിട്ട് ആത്മഹത്യ ചെയ്തുള്ള കഴപ്പമൊത്ത ഇവളെങ്ങനെ ഇൻഫ്ലുവൻസറാണെന്നൊക്കെ പലരും ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ് നമ്മളിങ്ങനെ ഈ ജഡ്ജ് ചെയ്യണതിലൊന്നും കാര്യമില്ല കേസ്. ദിസ് ഈസ് ലൈഫ്. എല്ലാവർക്കും തിരിച്ചു വരാൻ സാധിക്കും ഇന്നല്ലെങ്കിൽ നാളെ. ഒരു ലൂപ്പിൽ എല്ലാവരും അവനവൻ്റെ ലൈഫിൽ പോയി പെടുന്നതാണ് കേസ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതൊന്ന് അതിജീവിച്ച് മുന്നോട്ട് വരിക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അതൊക്കെയാണ് കാര്യം.